ഇനി ആള് വരേണ്ടതാ? ഇത്ര തന്നെ ഉള്ളോ? അതോ ഇനി ആള് വരാനുണ്ടോ? ഒന്ന് പറയൂ. ഇനി കുറെ ആൾക്കാർ വരാനുണ്ടോ? അതോ അത്ര ഉള്ളൂ? പറയൂ. ഓക്കെ, മതി, പിള്ളാക്ക് മതി. പിന്നെ കുട്ടികള് എന്ത് ചെയ്യണം എന്നറിയോ? ചോദിക്കണതിന് മറുപടി തരണേ, മിണ്ടാതെ അവിടെ ഇരിക്കരുത്. മിണ്ടാതിരിക്കാനാണ് നമ്മൾ ക്ലാസ് റെക്കോർഡർ ക്ലാസ് നമ്മൾ തരണ്ട്. നല്ല മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കണതിനൊക്കെ മറുപടി കിട്ടണം. ഇന്നത്തെ ക്ലാസ് എടുക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് ഇപ്പൊ നിർത്തും. എന്നിട്ട് നമുക്ക് എന്താ റെക്കോർഡറോ എന്ത് കുന്തം ആളുകൾ നോക്കാം. പിന്നെ പുതിയ ചാപ്റ്റർ മറ്റേ അവിടെ ഏതെങ്കിലും എടുത്തിട്ട് പകുതിക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിക്കോളാം, കുഴപ്പമില്ല. നമുക്ക് തോന്നുന്ന ലിമിറ്റിന്റെ ഏതൊരു ഭാഗം എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല, അതവിടെ നിന്നോട്ടെ. ഇന്നിപ്പോ നമുക്കൊരു പുതിയ ചാപ്റ്റർ പഠിക്കേണ്ടായാലും. ചാപ്റ്ററിന്റെ പേര് പ്രൊബബിലിറ്റി. എഴുതിക്കോ, പ്രൊബബിലിറ്റി എന്ന് എഴുതിക്കോ. ചാപ്റ്ററിന്റെ പേര് പ്രൊബബിലിറ്റി. ചാപ്റ്ററിന്റെ പേരാണ് പ്രൊബബിലിറ്റി. പ്രൊബബിലിറ്റി. ചാപ്റ്ററിന്റെ പേര് പ്രോബബിലിറ്റി. പ്രൊബബിലിറ്റി. probability, probability, probability. Probability. നിങ്ങളെ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ഒരു ചാപ്റ്റർ തന്നെയാണ്. 10ാം ക്ലാസ്സിൽ എന്താണ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 3ാമത്തെ ചാപ്റ്റർ, 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ. അതിന്റെ ഒരു ബാക്കിയാണ് ഇവിടെ പഠിക്കാനുള്ളത്. അതിന്റെ ബാക്കിയാണെങ്കിലും നിങ്ങളെ ഫോക്കസ് ഏരിയ വന്നുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ സംഗതികൾ മാത്രമേ പഠിക്കാനുള്ളൂ. കൺസെപ്റ്റ് വളരെ കുറച്ച്, ഒരു 3 പോയിന്റുകൾ പറഞ്ഞ കൺസെപ്റ്റ് തീരും. അത് വെച്ചിട്ട് നമ്മൾ ഒരു 10ഓ 12ഓ ക്വസ്റ്റ്യൻ ചെയ്യും. ഈ ക്വസ്റ്റ്യന്റെ പുറമേ ഉള്ള യാതൊരു ക്വസ്റ്റ്യനും പരീക്ഷയ്ക്ക് വരില്ല, അത് ഉറപ്പ്. അപ്പോൾ ആ ഒരു 12 ക്വസ്റ്റ്യൻ, 12ഓ ഒരു ഹോംവർക്ക് അടക്കം ഒരു 15-16 ക്വസ്റ്റ്യൻ ഉണ്ടാവുമായിരിക്കും. എല്ലാം സെയിം സിമ്പിൾ ക്വസ്റ്റ്യനുകൾ. ആ 15 ക്വസ്റ്റ്യൻ പഠിക്കുക. അതിന്റെ പുറത്തുനിന്ന് ഒന്നും തന്നെ എന്ത് ചെയ്യൂല, പരീക്ഷയ്ക്ക് വരില്ല. പരീക്ഷയ്ക്ക് വരില്ല എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് വരില്ല, ഉറപ്പുള്ള കാര്യമാണത്. അപ്പോ മനസ്സിലാക്കി മര്യാദയ്ക്ക് കേട്ടിരുന്നോ. ചോദിക്കണ ഒരു ഉത്തരം പറയാ. ഇതിൽ എഴുതിയ പേരുകൾ നമുക്ക് അറിയുള്ളൂ, അല്ലാതെ പേരുകൾ എല്ലാവരും ഒന്നും ഓർമ്മയില്ല. അപ്പൊ ഇതിൽ കാണുന്നവരെ നമ്മളിങ്ങനെ വിളിക്കാം, അവരെങ്ങനെ എന്തെങ്കിലും മുണ്ടി പറഞ്ഞാൽ വിളിക്കാം. അപ്പോ പ്രോബബിലിറ്റി ഹെഡിങ് എഴുതിയിട്ടുണ്ടെങ്കിൽ എഴുതിയതിന് ശേഷം ഉണ്ടായിരുന്നോ. ഇപ്പൊ നമ്മളൊരു കോയിൻ ഇട്ടെന്ന് എഴുതിക്കോ. ഒരു കോയിൻ നമ്മളിപ്പോ കളിക്കാനൊക്കെ പോണതിന്റെ മുന്നേ ആയിട്ട്, ഇപ്പൊ ക്രിക്കറ്റ്, ഫുട്ബോൾ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ആദ്യം നമ്മളൊരു കോയിൻ ഇടും അല്ലെ? ടോസ് ഇടാൻ വേണ്ടിയിട്ട് കോയിൻ ഇടും. അങ്ങനെ കോയിൻ ഇടുന്ന സമയത്ത് എന്താ അവിടെ സംഭവിക്കുക? 2 ചാൻസുകൾ അവിടെ ഉണ്ടാവും. ഏതൊക്കെയാണ് ആ ചാൻസുകൾ? ആരെങ്കിലും ഒരാൾ പറഞ്ഞുതരുമോ? ഏതൊക്കെ ചാൻസുകൾ അവിടെ ഉണ്ടാവുക? ആരെങ്കിലും ഒരാൾ പറയോ? ചാൻസ് എന്ന് പറഞ്ഞാൽ ഹെഡ്, ടൈല്, അതാ? അതെ 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 അതെ, അതാണ് നമ്മൾ ചാൻസ് എന്ന് ഉദ്ദേശിച്ചത്. അതിനാണ്. ഇപ്പൊ നമ്മൾ കോയിൻ ഇടുന്ന സമയത്ത് അവിടെ താഴെ വീഴാൻ ഉള്ള സാധ്യത ഒന്നുകിൽ ഹെഡ് വീഴാം, അല്ലെങ്കിൽ എന്ത് വീഴാം, ടെയില് വീഴാം. ഇതിൽ ഏതാണ് വീഴുന്നത് എന്ന് കോയിൻ ഇടുന്നതിന്റെ മുന്നേ നമുക്ക് പറയാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോയിൻ ഇടുന്നതിന്റെ മുന്നേ നമ്മൾ എന്തായാലും കോയിൻ ഇട്ട ടെയിലേ വീഴുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ ചാൻസ് അല്ലല്ലോ, അത് ഉറപ്പായിട്ടും കോയിൻ ഇട്ടാൽ എന്താ പറയുക, ഹെഡേ വീഴുള്ളൂ അല്ലെങ്കിൽ ടെയിലേ വീഴുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ചാൻസ് എന്ന് വിളിക്കില്ല. ഒരു ചാൻസ് എന്ന് വിളിക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? നമ്മൾ ആ സംഗതി ഇടുന്നതിന്റെ മുന്നേ നമുക്ക് അറിയാൻ പാടില്ല അത് ടെയിലാണോ അല്ലെങ്കിൽ ഹെഡ് ആണോ എന്ന് നമുക്ക് അറിയാൻ പാടില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ, ചാൻസസ് എന്ന് പറയാം. ഇനിയിപ്പോ നിങ്ങൾ പാമ്പും കോണിയും കളിക്കുന്ന സമയത്ത് ഈ ഡൈസ് എന്ന് പറയുന്ന സാധനമില്ലേ, ആ കട്ട ഉരുട്ടി വിടുന്ന സമയത്ത് എന്തൊക്കെ വീഴാം? പറഞ്ഞേ, എന്തൊക്കെ വീഴാം?
1 2 3 4 5 6 എന്നുള്ള ഇതല്ലേ? അതാണ് അതാണ് അതാണ്. അപ്പോ ആ ഒരു ചാറ്റ് ബോക്സിൽ ആൻസർ എഴുതിയിടണ്ട കേട്ടോ, നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതിയേ, അതാ നല്ലേ. അപ്പോ എന്താ പറഞ്ഞത്, അപ്പോ ഈ ഡൈസ് ഇട്ടു. അപ്പൊ ഡൈസ് ഇടുന്ന സമയത്ത് 1 വീഴാം, 2 വീഴാം, 3 വീഴാം, 4 വീഴാം, 5 വീഴാം, 6 വീഴാം, ഏത് വേണമെങ്കിലും വീഴാം. പക്ഷേ ഏതാണ് വീഴാന്നുള്ളത് നമുക്ക് ഈ പരിപാടി നടത്തുന്നതിന് മുന്നേ പറയാൻ പറ്റൂല. പരിപാടി കഴിഞ്ഞ് അത് വീഴുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആ 2 വീണു അല്ലെങ്കിൽ 3 വീണു എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോ ഇത്തരം സംഗതികളെ, അതായത് ആ എക്സ്പെരിമെന്റ് കഴിഞ്ഞതിന്റെ ശേഷം മാത്രമേ എന്തായിരിക്കും അതിന്റെ റിസൾട്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള എക്സ്പെരിമെന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് വിളിക്കും. അത്തരം എക്സ്പെരിമെന്റുകളെ വിളിക്കുന്ന പേരാണ് റാൻഡം എക്സ്പെരിമെന്റ്. റാൻഡം എക്സ്പെരിമെന്റ്. അപ്പോ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, അതായത് ഒരു റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നേരത്തെ കൂട്ടി പറയാൻ പറ്റൂല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്തരം എക്സ്പെരിമെന്റുകളെ വിളിക്കുന്ന പേരാണ് റാൻഡം എക്സ്പെരിമെന്റ്. അതൊന്നും എഴുതണ്ട, അതൊന്നും നിങ്ങൾക്ക് ഈ ഫോക്കസ് ഏരിയയിൽ ഇല്ല. എന്നിരുന്നാലും മനസ്സിലാക്കണം എന്താണ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ. അതിന്റെ ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് ആ എക്സ്പെരിമെന്റ് നടക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റില്ല. അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ടോസിങ് എ കോയിൻ, അല്ലെങ്കിൽ ത്രോയിങ് എ ഡൈ തുടങ്ങിയ സംഗതികളൊക്കെ അതിന്റെ എന്താണ്, എക്സാമ്പിളുകളാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു കോയിൻ ടോസ് ചെയ്തെന്ന് കരുതിക്കോ. അങ്ങനെ കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ അവൻ പറഞ്ഞു, ആരാ പറഞ്ഞാള്, എടാ പറഞ്ഞാളെ പേരെന്ന് പറഞ്ഞേ? അക്ഷയ്. ഗുഡ്. അപ്പൊ അക്ഷയ് പറഞ്ഞു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് വീഴാം അല്ലെങ്കിൽ ടെയില് വീഴാം എന്ന് പറഞ്ഞു. ഈ ഹെഡ് അല്ലെങ്കിൽ ടെയില് എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അതിന്റെ ഔട്ട്കം എന്നാണ് പറയാം. റാൻഡം എക്സ്പെരിമെന്റിന്റെ ഔട്ട്കം. ഔട്ട്കം. അപ്പൊ വേർഡുകൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോ ഒരു എക്സ്പെരിമെന്റ് നടന്ന് അതിന് നമുക്ക് കിട്ടുന്ന റിസൾട്ടുകളെ വിളിക്കുന്ന പേരാണ് ഔട്ട്കംസ്. എടാ ബോർഡിൽ എഴുതുന്ന കാണാനില്ലേ? ഇടയ്ക്ക് ക്ലിയർ കുറയുണ്ട്. അല്ല അത് പോട്ടെ, എഴുതുന്നത് കാണാനില്ലേ നോക്കി. കാണുന്നുണ്ട്. ഓക്കെ. ഇത് എച്ച് ഇത് ടി ആന്ന് മനസ്സിലാവണില്ലേ? ഉണ്ട്. അത് മതി, അത്രയും ആവശ്യം. അപ്പോ അങ്ങനെ നമ്മൾ കോയിൻ ഇട്ടിട്ട് ഇത് രണ്ടെണ്ണം ഔട്ട്കം ആയിട്ട് വന്നു. അപ്പോ ഈ ഔട്ട്കമ്മിനെ നമ്മൾ സെറ്റ് പഠിച്ചിട്ടില്ലേ? സെറ്റിന്റെ ഉള്ളിൽ ആക്കിയിട്ട് വേണം, ഇങ്ങനെ വേണം എഴുതാൻ. വെറുതെ തോന്നിയ പോലെ എഴുതരുത്. അതിനാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് ആ സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് വരാൻ. അപ്പോ ഇതുപോലെ ബ്രേസസിൽ ഇട്ടിട്ട് വേണം ഈ രണ്ട് ഔട്ട്കമ്മുകളെ എഴുതാൻ. അപ്പൊ മനസ്സിലാക്കുക, റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെരിമെന്റ് ആണ്. അതിന്റെ റിസൾട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നേരത്തെ കൂട്ടി പറയാൻ പറ്റൂല. അങ്ങനെ റാൻഡം എക്സ്പെരിമെന്റ് നടത്തി കിട്ടുന്ന റിസൾട്ടുകളെ അതിന്റെ ഔട്ട്കമ്മുകൾ എന്ന് വിളിക്കുന്നു. ആ ഔട്ട്കമ്മുകൾ ഇതുപോലെ രണ്ട് ബ്രേസസിന്റെ ഉള്ളിലാക്കിയിട്ട് വേണം എഴുതാൻ. അങ്ങനെയാണെങ്കിൽ ഒരു ഡൈസ് ഇട്ടു. ഒരു ഡൈസ് ഇടുന്ന സമയത്ത് എന്തായിരിക്കും അതിന്റെ ഔട്ട്കം വരിക? ഒന്ന് പറഞ്ഞോണ്ടാ, ഡൈസ് ഇടുന്ന സമയത്ത് എന്തായിരിക്കും ഔട്ട്കം വരിക? പറയൂ. സെറ്റ് 2 4 5 6. സെറ്റ് 2 3 6 5 6. ആദ്യം എന്താ പറഞ്ഞത്? 1. ഓക്കെ. സെറ്റ് 1 2 3 4 5 6. അപ്പൊ ഇതാണ് അതിന്റെ ഔട്ട്കം. എന്തിന്റെ ഔട്ട്കം? ഒരു എന്താ പറയാ, ഡൈസ് ഇടുന്ന സമയത്ത് കിട്ടുന്ന ഔട്ട്കമാണിത്. ഒരു കോയിൻ ഇടുന്ന സമയത്ത് കിട്ടുന്ന ഔട്ട്കമാണിത്. അപ്പൊ അതാണ് ആദ്യം പഠിച്ച രണ്ട് സംഗതികൾ. ഔട്ട്കം എഴുതുമ്പോൾ ഇതേപോലെ ബ്രേസസിന്റെ ഉള്ളിലിട്ടിട്ട് വേണം എഴുതാൻ. ആ കാര്യം ഒരു കാരണവശാലും മറന്നു പോകാൻ പാടില്ല. ഓക്കെ. ഇനി നമ്മൾ ചോദിക്കുന്നത്, ഈ എണ്ണല്ലേ, ഈ ടോട്ടൽ, ഇത് നമ്മൾ ടോട്ടൽ ഔട്ട്കം എന്ന് വിളിക്കാം. ടോട്ടൽ ഔട്ട്കം. ഇതിൽ രണ്ടെണ്ണാണുള്ളത്. ഒരു കോയിൻ ഇട്ടിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണാണുള്ളത്. അപ്പൊ ആ രണ്ടാണ് ടോട്ടൽ ഔട്ട്കമിന്റെ എണ്ണം. ഇനി ഇവിടെ നോക്ക്, ഒരു ഡൈസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതില് 6 എണ്ണാണുള്ളത്. 1 2 3 4 5 6. അപ്പോ
ഈ ടോട്ടൽ ഔട്ട്കം, ഈ എക്സ്പെരിമെന്റിൽ ടോട്ടൽ ഔട്ട്കം എന്ന് പറഞ്ഞാൽ 6 ആണ് നമുക്ക് എഴുതാം. ഇനി ഇവിടെ നോക്ക്, ഇപ്പോ ഒരാൾ പറഞ്ഞ് ഈ കോയിൻ ഇടുന്ന സമയത്ത് ഹെഡ് വരാനുള്ള സാധ്യത എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഒരു കോയിൻ ഇടുന്ന സമയത്ത് ഹെഡ് വരാനുള്ള സാധ്യത എത്രയാണ്? അതെങ്ങനെ നോക്കാൻ നോക്കിക്കോ. ടോട്ടൽ ഒരു കോയിൻ ഇടുന്ന സമയത്ത് ഒന്നുകിൽ ഹെഡ് വരാം അല്ലെങ്കിൽ ടെയില് വരാം. ഒരു കോയിൻ ഇടുന്ന സമയത്ത് ഒന്നുകിൽ ഹെഡ് വരാം അല്ലെങ്കിൽ ടെയില് വരാം. അപ്പൊ അതിന്റെ അർത്ഥം അവിടെയുള്ള ടോട്ടൽ ഔട്ട്കം എത്രയാണ്? 2 ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ആ കോയിൻ ഇടുമ്പോ ഹെഡ് വരാനുള്ള സാധ്യത. ഇതിൽ എത്ര ഹെഡ് ഉള്ളു? ഒറ്റ ഒന്നല്ലേ ഹെഡ് ഉള്ളൂ. അപ്പോ ടോട്ടൽ 2 എണ്ണത്തിൽ 1 മാത്രമാണ് ഹെഡ്. അപ്പൊ ഹെഡ് വീഴാനുള്ള സാധ്യത 1/2 ആണ്. 1/2 കിട്ടാൻ കാരണം ടോട്ടൽ 2 ഔട്ട്കമുകൾ ഉണ്ട്. അതിൽ ഹെഡ് വീഴാനുള്ള സാധ്യത എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. സോ അതിന്റെ പ്രോബബിലിറ്റി, ഹെഡ് വീഴാനുള്ള സാധ്യത, ഈ സാധ്യത എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് ആണ് പ്രോബബിലിറ്റി. സാധ്യത എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് ആണ് പ്രോബബിലിറ്റി. സോ ഹെഡ് വീഴാനുള്ള സാധ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി 1/2. ഇനി ഇവിടെ നോക്ക്, ഒരു ഡൈസ് ആണ് ഇട്ടത്. ഒരു ഡൈസ് ഇടുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. അപ്പൊ അവിടെയുള്ള ടോട്ടൽ എന്ന് പറയുന്നത് 6 ആണ്. ഇനി നമ്മളോട് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഒരു ഡൈസ് ഇടുന്ന സമയത്ത് 3 വരാനുള്ള സാധ്യത എത്ര? ഒരു ഡൈസ് ഇടുന്ന സമയത്ത് 3 വരാനുള്ള സാധ്യത എത്ര? ഇവിടെ നോക്ക്, 3 ഇവിടെ ഒറ്റ വട്ടല്ലേ ഉള്ളൂ. അപ്പോ ടോട്ടൽ 6 എണ്ണത്തിൽ 3 വരാനുള്ള സാധ്യത 1 ആണ്. അപ്പൊ എങ്ങനെ നമ്മൾ എഴുതുക? 1/6 എന്നാണ് എഴുതുക. എന്താ എഴുതുക? 1/6. ഇനി വേറൊരാൾ ചോദിച്ചു, ഇങ്ങനെ ഡൈസ് ഇടുന്നതിൽ ഇരട്ട സംഖ്യകൾ, അതായത് ഈവൺ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകൾ, ഈവൺ നമ്പേഴ്സ് വരാനുള്ള സാധ്യത എത്ര? ഇരട്ട സംഖ്യകൾ അല്ലെങ്കിൽ ഈവൺ നമ്പേഴ്സ് വരാനുള്ള സാധ്യത എത്ര എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴാ, ഇതൊരു ഇരട്ട സംഖ്യയാണ് 2, 4 ഒരു ഇരട്ട സംഖ്യയാണ്, 6 ഒരു ഇരട്ട സംഖ്യയാണ്. ടോട്ടൽ 3 ഇരട്ട സംഖ്യകളുണ്ട്. സോ 6 എണ്ണത്തിൽ 3, അപ്പൊ 3/6 എന്ന് എഴുതും. അപ്പോ ഫെമിൻസ പറഞ്ഞിട്ടുണ്ടടി, അതില് ഒറ്റ സംഖ്യ വരാനുള്ള സാധ്യത എത്രയായിരിക്കും? ഒറ്റ സംഖ്യ വരാനുള്ള സാധ്യത ഫെമിൻസ പോയോ? കേക്കണില്ല കുട്ടിയെ? 3/6. അതാണ്. അനാമിക ഒന്ന് പറഞ്ഞേട്ടെ, എത്രയായിരിക്കും ഓഡ് നമ്പർ വരാനുള്ള സാധ്യത? 3/6. 3/6. വെരി ഗുഡ്. 3/6. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആകെ ഈ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള ഒരുവിധം കണക്കുകളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോ ഈ 3 എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ചോദിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞത്, അതായത് ഓഡ് നമ്പർ വരാനുള്ള സാധ്യത. അപ്പൊ നമുക്ക് ആവശ്യമുള്ള എന്താ? ഈ ഓഡ് നമ്പറുകളാണ്. അപ്പോ ഇതിനെ, ഈ മേലെ എഴുതുന്ന ഈ സാധനത്തിനെ നമ്മൾ ഫേവറബിൾ ഔട്ട്കം എന്നാണ് പറയാം. മേലെ എഴുതുന്ന സാധനത്തിനെ വിളിക്കുന്ന പേരാണ് ഫേവറബിൾ ഔട്ട്കം. അപ്പോ ഒരു ഡൈസ് ഇട്ടപ്പോ 6 സംഖ്യകൾ വന്നു, അത് നമ്മൾ ടോട്ടൽ ഔട്ട്കം എന്ന് വിളിച്ചു. ഇനി ഈ ടോട്ടൽ ഔട്ട്കമില് ഇരട്ട സംഖ്യകൾ മാത്രമാണ് നമുക്ക് ആവശ്യം. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഔട്ട്കമുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേവറബിൾ ഔട്ട്കം. ഇപ്പോ ഈ 6 ഒറ്റ സംഖ്യകളെ തിരഞ്ഞെടുക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ സംഖ്യകളായിരിക്കും. ഇനി ഇതിൽ ഇരട്ട സംഖ്യകളെ തിരഞ്ഞെടുക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ അവിടെ ഇരട്ട സംഖ്യകളായിരിക്കും. ഇനി ഇതിന്ന് 5നേക്കാൾ ചെറിയ ഒരു നമ്പറിനെ സെലക്ട് ചെയ്യണം. അതാ ഓക്കെ. ഒരു ഡൈസ് ഇട്ടു. ഒരു ഡൈസ് ഇടുന്ന സമയത്ത് 1, 2, 3, 4, 5, 6 വീണു. എന്നിട്ട് ഒരു ചെയ്താൻ വന്നങ്ങാണ്ട് പറയാ, ഇതില് 5നേക്കാൾ ചെറിയ ഒരു നമ്പർ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത, പ്രോബബിലിറ്റി എത്ര? ഇതാണ് ചോദ്യം. ഇതിലെ
5നേക്കാൾ ചെറിയ ഒരു നമ്പർ തിരഞ്ഞെടുക്കാനുള്ള പ്രോബബിലിറ്റി എത്ര എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയാവുമ്പോ നമ്മളെ ഫേവറബിൾ എന്തൊക്കെ വരും ഇതില്? ഈ 4 ഉണ്ടാവും, 3 ഉണ്ടാവും, 2 ഉണ്ടാവും, 1 ഉണ്ടാവും. അപ്പൊ എത്ര ഫേവറബിൾ ഉണ്ട്? ടോട്ടൽ 4 ഫേവറബിൾ ഉണ്ട്. ടോട്ടൽ എത്രയാ? 6 എണ്ണം. സോ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 4/6 ആയിരിക്കും. അപ്പൊ മനസ്സിലാക്കേണ്ട സംഗതി, പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ P ഈസ് ഈക്വൽ ടു, പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ P ഈസ് ഈക്വൽ ടു ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം എന്നാണ്. പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ P ഈസ് ഈക്വൽ ടു ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം എന്നുള്ളതാണ്. ഓക്കെ, ഇനി വേറൊരാള്, ആരെങ്കിലും ഒരാൾ പറയണം, നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ്, ഒരു ഡൈസ് ഇട്ടു, ആ ഡൈസ് ഇട്ട സമയത്ത് 4നേക്കാൾ വലിയ സംഖ്യകൾ കിട്ടാനുള്ള സാധ്യത എത്ര? ഒരു ഡൈസ് ഇട്ടു, ആ ഡൈസ് ഇടുന്ന സമയത്ത് 4നേക്കാൾ വലിയ നമ്പർ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? ആരെങ്കിലും ഒരാൾ പറഞ്ഞോ? ഇതിൽ പേരൊന്നും കാണിക്കുന്നില്ല, പറയും. 6/2. 2/6. അക്ഷയ്, ഓക്കെ. 2 മേലെയും 6 താഴെ ഇട്ടത്. ഓക്കെ. അപ്പൊ നമ്മളത് 2/6 എന്നാ പറയാ. ഓക്കെ ഓക്കെ. ഓക്കെ, അത് ശരിയാണ്. അപ്പൊ അതില് ഫേവറബിൾ എന്ന് പറഞ്ഞാൽ 2ആണ്, ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6ആണ്. അത്രേ ഉള്ളൂ സംഗതി. അപ്പൊ ഈ ഒരു സംഗതി അറിഞ്ഞാൽ മതി, പിന്നെ ഒക്കെ ചെറുപടി നന്നായിക്കോളും. അപ്പൊ താഴെ വെറുതെ ഒന്ന് എഴുതി വെച്ചോ, പ്രോബബിലിറ്റി P ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ പ്രോബബിലിറ്റി P ഈസ് ഈക്വൽ ടു, പ്രോബബിലിറ്റി P ഈസ് ഈക്വൽ ടു, പ്രോബബിലിറ്റി P ഈസ് ഈക്വൽ ടു favorable outcome divided by total outcome. Favorable outcome divided by total outcome. Probability P is equal to favorable outcome divided by total outcome. എന്നിട്ട് അതിനൊരു പെട്ടിക്കൂടിന്റെ ഉള്ളിലാക്കി വെക്ക്, നല്ല ഭംഗിയുള്ള ഒരു ബോക്സിന്റെ ഉള്ളിലാക്കി വെക്ക്. പിന്നെ നോട്ട് എഴുതാതെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധയ്ക്ക്, ക്ലാസ് കഴിഞ്ഞ ഉടനെ നോട്ട് ഫോട്ടോ എടുത്തിട്ട് ടീച്ചറെ ഫോണിലേക്ക് അയച്ചു കൊടുക്കണേ. ടീച്ചറെ ഫോണിലേക്കോ നമ്മളെ നമ്പറിലേക്കോ എന്തായാലും നിർബന്ധമായിട്ട് അയക്കണം. ക്ലാസ് കഴിഞ്ഞ ഉടനെ ഇന്നെടുത്ത ക്ലാസിന്റെ നോട്ടുകൾ നിർബന്ധമായും ഫോട്ടോ എടുത്ത് അയച്ചിരിക്കണം. അത് എഴുതണം. പ്രോബബിലിറ്റി P is equal to favorable outcome divided by total outcomes. Favorable outcome divided by total outcome divided by total outcome. അത് എഴുതി അതിനെ ബോക്സിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. A coin is tossed. A coin is tossed. A coin is tossed. ഒരു coin toss ചെയ്തു. A coin is tossed. Then find the probability of getting. Then find the probability of getting. Then find the probability of getting a head. A head. A coin is tossed. Then find the probability of getting a head. അപ്പോ സംഗതി എങ്ങനെയാണ് എഴുതാന്നൊക്കെ അറിയുന്നെങ്കിലും അത് എഴുതുന്നതിന് അതിൻ്റെതായിട്ടുള്ള ചില രീതികളുണ്ട്. അതുപോലെ എഴുതിയാൽ അത് കിട്ടുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ഹെഡ് വീഴാം അല്ലെങ്കിൽ ടെയിൽ വീഴാം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതിക്കുക? നമ്മൾ ഔട്ട്കം എഴുതുക. ഔട്ട്കം എഴുതിയിട്ട് ഒരു സെറ്റിന്റെ ഉള്ളില് ഹെഡും ടെയിലും ഇതേപോലെ നല്ല ഭംഗിയിൽ എഴുതിയേക്കാം.
ഔട്ട്കം എഴുതിയിട്ട് സെറ്റ് ഇട്ടിട്ട് ഹെഡും എഴുതുക ടെയിലും എഴുതുക. എന്നിട്ട് നമ്മളോട് ഇതിൽ ചോദിച്ചത് ഹെഡ് വീഴാനുള്ള സാധ്യത എത്ര എന്നാണ്. ഹെഡ് വീഴാനുള്ള സാധ്യത. അപ്പൊ നമുക്ക് എന്ത് എഴുതുക? പ്രോബബിലിറ്റി ഓഫ് getting a head. Probability of getting a head. മക്കൾ ഒരു കാര്യം മനസ്സിലായിക്കോ, ഇത്രയും വലിയ വാചകത്തിൽ അത് എഴുതണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതിന് എളുപ്പമാർഗത്തിൽ നമുക്ക് എന്ത് എഴുതിയാൽ മതി എന്നറിയോ? പി ഇങ്ങനെ ഇട്ടിട്ട് അതിന്റെ ബ്രാക്കറ്റില് ഇങ്ങനെ എച്ച് ഇട്ടാൽ മതി. ഇത് നമ്മൾ പി ഓഫ് എച്ച് എന്നാണ് വായിക്കുക. പി ഓഫ് എച്ച് എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? ഈ എഴുതിയിട്ടുള്ള സാധനമാണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ്. ഇനി അഥവാ നമുക്ക് വേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ടെയിൽ ആണെന്ന് എഴുതിക്കോ. ആ സമയത്ത് പി ഓഫ് ടി എന്ന് എഴുതിയാൽ മതി. ഇനിയിപ്പോ ഒരു ഡൈസ് ഇടുന്ന സമയത്ത് 1 കിട്ടാനുള്ള സാധ്യതയാണ് നമുക്ക് കിട്ടേണ്ടതെന്ന് എഴുതിക്കോ. അങ്ങനെയാണെങ്കിൽ പി ഓഫ് 1 എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഇത്രയും വലിയ വാചകം എഴുതി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോ ഫസ്റ്റ് ഇത് എഴുതുക, ഔട്ട്കം എന്ന് എഴുതുക, ദെൻ പി ഓഫ് എച്ച്. എന്നിട്ട് ഇപ്പൊ നമ്മൾ പഠിച്ച ആ ഫോർമുല നിർബന്ധമായിട്ടും ആൻസർ പേപ്പറിൽ ഉണ്ടായിരിക്കണം. ഇനി അഥവാ നിങ്ങളെ ക്വസ്റ്റ്യൻ തെറ്റിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ ആൻസർ തെറ്റിയിട്ടുണ്ടെങ്കിലും ഈക്വേഷൻ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യന്റെ പകുതി മാർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർക്കെങ്കിലും കിട്ടും എന്തായാലും. സോ ആ ഇക്വേഷൻ എഴുതുന്നതിന് യാതൊരു മടി കാട്ടരുത്. എന്ത് എഴുതുക? പി ഓഫ് എച്ച് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ്. പി ഓഫ് എച്ച് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് എഴുതുക. ഇനി നമുക്ക് അറിയേണ്ട കാര്യമുണ്ട്, ഹെഡ് ഇവിടെ എത്ര ഉള്ളൂ? ഇവിടെ നോക്കടാ, ഹെഡ് ഇവിടെ 1 അല്ലേ ഉള്ളൂ. സോ ഫേവറബിൾ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ടോട്ടൽ എത്ര ഉണ്ട്? 1 2 രണ്ടാണ് ടോട്ടൽ. സോ ദ ആൻസർ ഈസ് 1/2. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ഉത്തരം കിട്ടും, പക്ഷെ ഇത്ര സ്റ്റെപ്പ് എഴുതിയിട്ടില്ലെങ്കിൽ മാർക്ക് കിട്ടൂല. അതാണ് പ്രശ്നം. അപ്പോ സ്റ്റെപ്പ് ഇങ്ങനെ എഴുതി വെക്കുക. ഔട്ട്കം ഈക്വൽ ടു സെറ്റ് ഓഫ് എച്ച് കോമ ടി. ദെൻ ഇത് എഴുതുക, പി ഓഫ് എച്ച് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ്. ഫേവറബിൾ എന്താ? ഹെഡ് ആണ്. സോ ഇറ്റ് ഈസ് 1. ടോട്ടൽ 2 ആണ്. സോ ഇറ്റ് ഈസ് 1/2. ആൻസർ ചെയ്ത താഴെ 2 വരിയും വെച്ചാൽ സംഗതി ഉഷാറായി. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഒറ്റയ്ക്ക് ചെയ്യണം. എഴുതിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നല്ല ഭംഗിയുള്ള ഒരു ക്വസ്റ്റ്യൻ. എ ഡൈ ഈസ് ത്രോൺ. ഡൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പും കൂടി കളിക്കുന്ന സാധനത്തിന് വിളിക്കുന്ന പേരാണ് ഡൈ. സ്പെല്ലിംഗ് DIE. ഡൈന്റെ സ്പെല്ലിംഗ് DIE. എ ഡൈ ഈസ് ത്രോൺ. Then find the probability of getting. Then find the probability of getting. A die is thrown. Then find the probability of getting. A die is thrown. Then find the probability of getting. എന്നതായാലും ആദ്യത്തെ ചോദ്യം, a number greater than 4. 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 രണ്ടാമത്തത്, അതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, a number less than or equal to 2. A number less than or equal to 2. A number greater than 4 ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, a number less than or equal to 2. 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 ഇനി അതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, a prime number
A prime number. 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 ഇനി അതിലെ തന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ എ നമ്പർ ഗ്രേറ്റർ ദാൻ 6. A number greater than 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 6. അതിലെ ലാസ്റ്റ് a number less than 6. 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 ഓക്കെ, 5 ക്വസ്റ്റ്യനുകളാണ് ഉള്ളത് എ നമ്പർ ലെസ് ദാൻ 6 വരെ. ഭംഗിയോട് കൂടി ക്വസ്റ്റ്യൻ വായിക്കൂ. ക്വസ്റ്റ്യൻ നല്ല വൃത്തിയോടും ഭംഗിയോടും കൂടി ക്വസ്റ്റ്യൻ. അയ്യോ, ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയോ? ഫസ്റ്റ് സാറെ ഫസ്റ്റത്തെ 3 ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയോ? പറയൂ. A die is thrown once. A die is thrown once. Then find the probability of getting. A die is thrown once. Then find the probability of getting. Then find the probability of getting. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. A number greater than 4. 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 ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. A number less than or equal to 2. 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 Then മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. A prime number. 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 നാലാമത്തത് a number greater than 6. 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 And last one, a number less than 6. 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 കിട്ടിയില്ലടാ? പോയാ? കിട്ടി. ഓക്കെ സാറെ മൂന്നാമത്തെ ഒന്നുകൂടി പറയോ? സാറ് പറയണ ഇടയ്ക്ക് ക്ലിയർ ആവില്ല. പ്രൈം നമ്പർ. ഓക്കെ. ഞാൻ ക്വസ്റ്റ്യൻ വൃത്തിയിലൊന്ന് വായിക്കുക. എല്ലാ മനുഷ്യന്മാരും വൃത്തിയിൽ ക്വസ്റ്റ്യൻ വായിക്കി. ഭംഗിയോടുകൂടി വൃത്തിയായി ക്വസ്റ്റ്യൻ വായിക്കോ. അങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പാമ്പ് മോർണിംഗ് കളിക്കുന്ന കട്ട ഒരു വട്ടം ഇട്ടു. ഒരു വട്ടം ഇട്ട സമയത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് 4-നേക്കാൾ വലിയ നമ്പർ ആവാനുള്ള സാധ്യത വേണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു നമ്പർ ഒന്നുകിൽ 2 ആവണം അല്ലെങ്കിൽ അതിന്റെ താഴെ ആവണം, അതിൻ്റെത് വേണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രൈം നമ്പർ ആവാനുള്ളത് വേണം. നാലാമത്തെ ക്വസ്റ്റ്യൻ 6-നേക്കാൾ വലുതാവാനുള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 6-നേക്കാൾ ചെറുതാവാനുള്ളത്. ആദ്യം നമുക്കൊരാൾ പറഞ്ഞു തരണം എന്തായിരിക്കും അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസിന്റെ എണ്ണം. എന്തായിരിക്കും അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസിന്റെ എണ്ണം അറിയോ? 6. യെസ്, 6. അപ്പൊ ആദ്യം തന്നെ എല്ലാവരും അതാണ് എഴുതിയിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്.
total number of outcomes equal to 6. Total number of outcomes equal to 6. Total number of outcomes equal to 6. അതാണ് ആദ്യം എഴുതുന്നത്. എന്നിട്ട് നിങ്ങൾ നേരത്തെ കള്ളിക്കൂട്ടിലൊക്കെ ആക്കി പൂജിച്ച് വെച്ചൊരു ഇക്വേഷൻ ഉണ്ട്. പീസ് ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എഴുതുക. ഒരാൾ ഇക്വേഷൻ പറയടാ. എന്തെന്ന് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടാ കേക്കട്ടെ. Favorable outcome by total outcome. അതെ. അപ്പൊ അതേ സാധനം എഴുതിക്കുക. ഫേവറബിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം എന്ന് എഴുതുക. വേണമെങ്കിൽ അതും ഒരു ബോക്സിലാക്കിട്ടോ നോക്കണത് കണ്ടോട്ടെ പെട്ടെന്ന്. ഇടണം നിർബന്ധമൊന്നുമില്ല. അപ്പോ പീസ് ഈക്വൽ ടു ഫേവറബിൾ ബൈ ടോട്ടൽ എന്ന് എഴുതുക. അപ്പോ ഫസ്റ്റ് 2 സ്റ്റെപ്പായി. എന്നിട്ട് 1 1 1 1 1 1 1 1 എഴുതിയിട്ട് ആ ക്വസ്റ്റ്യൻ വൃത്തിയിൽ വായിക്കുമ്പോൾ മനസ്സിലാവും. A number greater than 4. A number greater than 4. അതിന്റെ അർത്ഥം 4നേക്കാൾ വലിയ ഒരു നമ്പർ. 4നേക്കാൾ വലിയ ഒരു നമ്പർ. ഒരു ഒറ്റ കാര്യം കൂടി ഇടാം. ഒറ്റ കാര്യം കൂടി പെട്ടെന്ന് ആൻസർ കിട്ടാൻ വേണ്ടി നമുക്ക് ആ സാധനം കൂടി എഴുതിക്കാം. 1 2 3 4 5 6. ഈ 6നാണല്ലോ നമുക്ക് കോയിൻ ഇട്ടാ കിട്ടല്. അല്ല കോയിനല്ല, ഡൈസ് ഇട്ടാ കിട്ടല്. അതും കൂടി എഴുതി വെച്ചോ. 1 2 3 4 5 6 കൂടി എഴുതി വെച്ചോ. അപ്പൊ നമ്മൾ പെട്ടെന്ന് ആൻസർ അതിൽ നോക്കി കണ്ടെത്താം. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഒരാൾ പറഞ്ഞോണ്ടാ എ നമ്പർ ഗ്രേറ്റർ ദാൻ 4. ഇതിൽ എത്ര ഉണ്ട് എന്നിട്ട് പറഞ്ഞോണ്ടാ 2/6. അതാണ് 2/6. അതാണ് ഈ ഒറ്റ കേട്ടില്ല. അപ്പൊ ഇവിടുന്ന് ഫസ്റ്റ് തന്നെ എഴുതുക. ആദ്യത്തെ ആൻസർ 2/6. കാരണം എന്താ, ടോട്ടൽ എണ്ണം 6 ആണെന്ന് നമുക്കറിയാം. എ നമ്പർ ഗ്രേറ്റർ ദാൻ 4 എന്നാണ് പറഞ്ഞത്. അതായത് 4നേക്കാൾ വലിയൊന്ന്. അപ്പൊ അത് 5 ആണ്. അപ്പൊ 2 എന്നാണ് ഫേവറബിൾ. സോ ഇറ്റ് ഈസ് 2/6. വെരി ഗുഡ്, വെരി ഗുഡ്. ഒന്നാമത്തെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. മക്കളെ അവിടെ ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അതോട് തെറ്റിക്കരുത്. അതിന്റെ അർത്ഥം വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കണം. എ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ 2ഓ അതിൽ താഴെയോ ഉള്ള നമ്പർ. 2ഓ അതിൽ താഴെയോ ഉള്ള നമ്പർ. പറഞ്ഞോണ്ടാ ആൻസർ പറഞ്ഞോണ്ടാ. 1/6. ആലോചിക്കണം. 2ഓ അതിൽ താഴെയോ. 2ഓ 2/6. 2/6. അത് കറക്റ്റ്. കാരണം എന്താ മക്കളെ, 2ഓ അതിൽ താഴെയോ എന്ന് പറഞ്ഞാൽ 2ഉം ഉൾപ്പെടും. 2ന് താഴെ 1 ഉണ്ട്, അദ്ദേഹവും ഉൾപ്പെടും. അപ്പോ 2 നമ്പറുകളൊക്കെ ഉണ്ടാവും. സോ ദ ആൻസർ ഈസ് 2/6. The answer is 2/6. 2ഓ അതിൽ താഴെയോ. The answer is 2/6. അപ്പോ അതാണ് നമ്മൾ പറഞ്ഞത്. ആ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആ വാക്ക് അവിടെ ശ്രദ്ധിക്കണം. പലപ്പോഴും എക്സാമിന് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോ ആക്രാന്തം മൂത്ത് ലെസ് ദാൻ എന്ന് മാത്രം കണ്ട് ഒന്ന് എഴുതി വെക്കുമ്പോൾ അതോടുകൂടി എല്ലാം കുളമാവും. അങ്ങനെ കുളമാവരുത്. നല്ല ഭംഗിയിൽ ക്വസ്റ്റ്യൻ വായിക്കുക, അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ പറഞ്ഞ് എ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതിന്റെ അർത്ഥം ഒന്നുകിൽ 2 ആവാം, അല്ലെങ്കിൽ 2നേക്കാൾ ചെറുതാവാം. അത് ഈ 2 ഓക്കെ. ഇനി മൂന്നാമത്തെ എ പ്രൈം നമ്പർ. അതിന് പ്രൈം നമ്പർ എന്താന്ന് അറിഞ്ഞിട്ടുണ്ടോ ആവാം. നോക്കുക. എ പ്രൈം നമ്പർ ആൻസർ പറഞ്ഞിട്ടാ. എ പ്രൈം നമ്പർ ആരുല്ലേ? എ പ്രൈം നമ്പർ 2/6 അല്ല. 3/6. യെസ്, അത് കറക്റ്റ്. അപ്പൊ മക്കളെ മനസ്സിലാക്കിക്കോ. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. സെക്കൻഡ് ക്ലാസ്സിലൊക്കെ പഠിക്കേണ്ടതാണ്, എന്നാലും പറയാം. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാല് ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ, ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ടും പിന്നെ 1 കൊണ്ടും മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അത്തരം നമ്പറുകളെയാണ് പ്രൈം നമ്പർ എന്ന് വിളിക്കുക.
ആർക്കെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ പച്ച മലയാളത്തിൽ തന്നെ നോട്ടിൽ എഴുതി വെച്ചോ. പ്രൈം നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്പറിനെ ഒന്നുകിൽ ആ നമ്പർ കൊണ്ട് അല്ലെങ്കിൽ ഒന്നുകൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത്തരം നമ്പറുകളെ പ്രൈം നമ്പർ എന്ന് വിളിക്കും. ഇനി അതെന്താണെന്നൊന്നും കൂടി വിശദമാക്കി പറഞ്ഞുതരാം. ഇവിടെ നോക്ക്, ഇപ്പൊ 3 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട് എന്ന് കരുതിക്കോ. 3 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. 3നെ നമുക്ക് 1 കൊണ്ട് ഹരിക്കാൻ പറ്റും, അതേപോലെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. വേറെ ഒരു നമ്പർ വെച്ചിട്ട് 3നെ ഹരിക്കാൻ പറ്റൂല. 3 കൊണ്ട് 1 കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. സോ 3 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. ഇനി അടുത്തൊരു പ്രൈം നമ്പർ ആണ് 5. 5ഉം ഇതേപോലെ തന്നെ 1 കൊണ്ടും 5 കൊണ്ടും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 5നെയും ഹരിക്കാൻ പറ്റുള്ളൂ. സോ 5 എന്ന് പറയുന്ന നമ്പറും ഒരു പ്രൈം നമ്പർ ആണ്. ഇനി മിസ്റ്റർ 2. 2ന്റെ കേസ് നോക്കുമ്പോ 2നെ നമുക്ക് 1 കൊണ്ട് ഹരിക്കാം, 2നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം, വേറെ ഒരു നമ്പർ ഇട്ട് ഹരിക്കാൻ പറ്റില്ല. സോ 2 എന്ന് പറയുന്ന ആളും ഒരു പ്രൈം നമ്പർ ആണ്. ഇനി ഫോർ എക്സാമ്പിൾ 4 എടുത്തു നോക്ക്. 4, ഈ 4നെ നമുക്ക് 1 ഇട്ട് ഹരിക്കാം, 4 ഇട്ട് ഹരിക്കാം. പക്ഷേ 4നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. 2, 2, 4. സോ 4ന് 1 ഇട്ട് 4 ഇട്ട് ഹരിച്ചു. എക്സ്ട്രാ ഇവിടെ ഒരു ചെയ്താനും കൂടി ഉണ്ട്. ആരാണ്? 2. സോ 4 എന്ന് പറയുന്ന സാധനം എന്തല്ല, ഒരു പ്രൈം നമ്പർ അല്ല. ഇനി 6 എടുത്തു നോക്ക്. 6 നമുക്ക് 1 ഇട്ട് ഹരിക്കാം, 2 ഇട്ട് ഹരിക്കാം, 3 ഇട്ട് ഹരിക്കാം, 6 ഇട്ട് ഹരിക്കാം. സോ 6 എന്ന് പറയുന്ന നമ്പറും എന്തല്ല, ഒരു പ്രൈം നമ്പർ അല്ല. അപ്പോ പ്രൈം നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൈം നമ്പറിനെ 1 കൊണ്ടും പിന്നെ ആ നമ്പർ കൊണ്ടും മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. അത്തരം നമ്പറുകളെ പ്രൈം നമ്പറുകൾ എന്ന് വിളിക്കുന്നു. അപ്പോ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചാൽ എന്താ, ഡൈസ് എറിയുന്ന സമയത്ത് പ്രൈം നമ്പർ വീഴാനുള്ള സാധ്യത എന്ത്? ഡൈസ് എറിയുന്ന സമയത്ത് പ്രൈം നമ്പർ വീഴാനുള്ള സാധ്യത എന്ത്? ഇനി ഒരു കാര്യം കൂടി മനസ്സിലായിക്കോ. 1 എന്ന് പറയുന്ന നമ്പർ പ്രൈം നമ്പർ അല്ല. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്. അതുപോലെ ഇരട്ട സംഖ്യയായിട്ട് ഒറ്റ പ്രൈം നമ്പറേ ഉള്ളൂ, അതും 2 ആണ്. ആ പോയിന്റ് മനസ്സിലാക്കണം. 1 എന്ന് പറയുന്ന നമ്പർ പ്രൈം നമ്പർ അല്ല, ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്. ഓക്കെ, അപ്പോ നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ 2 ഒരു പ്രൈം നമ്പറാന്ന് കിട്ടി, 3 ഒരു പ്രൈം നമ്പറാന്ന് കിട്ടി, 5ഉം ഒരു പ്രൈം നമ്പറാന്ന് കിട്ടി. 1 പ്രൈം നമ്പർ അല്ല, 4 പ്രൈം നമ്പർ അല്ല, 6ഉം പ്രൈം നമ്പർ അല്ല. അപ്പൊ ആകെ 3 പ്രൈം നമ്പറുകളാണുള്ളത്. സോ ഫേവറബിൾ എന്ന് പറയുന്നത് ഇവിടെ 3 ആയിരിക്കും, ടോട്ടൽ എന്ന് പറയുന്നത് 6 ആയിരിക്കും. സോ ദ ആൻസർ ഈസ് 3/6. സോ ദ ആൻസർ ഈസ് 3/6. സോ ദ ആൻസർ ഈസ് 3/6. ഈ ഫായിസൊക്കെ എന്താ 3 നേരം വൈകി വന്ന് കയറുന്നത്? ഇതിന്റെ മുന്നേ വന്നിരുന്ന 3/4 മണിക്കൂറൊക്കെ. അപ്പൊ 3/6. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ കഥ. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കേ. നല്ല ഭംഗിയിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഒരാൾ ആൻസർ പറഞ്ഞോ. 4ാമത്തെ ക്വസ്റ്റ്യൻ, 4th ക്വസ്റ്റ്യൻ. 4ാമത്തെ ക്വസ്റ്റ്യൻ, എ നമ്പർ ഗ്രേറ്റർ ദാൻ 6 എന്നാണ്. എ നമ്പർ ഗ്രേറ്റർ ദാൻ 6. എ നമ്പർ ഗ്രേറ്റർ ദാൻ 6. ആൻസർ പറഞ്ഞോണ്ടാ? 0 ആണോ? യെസ്, 0 ആണ്. എ നമ്പർ ഗ്രേറ്റർ ദാൻ 6 എന്ന് പറഞ്ഞാൽ 6നേക്കാൾ വലിയ നമ്പർ. ഒരു ഡൈസ് ഇടുമ്പോ 7, 8, 9, 10 ഒന്നും വരൂല. 6 വരെ മാക്സിമം വരുള്ളൂ. സോ 6നേക്കാൾ വലിയ ഒരു നമ്പർ പോലും അവിടെ ഉണ്ടാവില്ല. സോ നമുക്ക് എന്ത് എഴുതാം? 0/6 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഈക്വൽ ടു 0 എന്ന് എഴുതാം. 0/6 എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. സോ ദ ആൻസർ ഈസ് 0/6. ഇനി മിസ്റ്റർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. A number less than 6. A number less than 6. 6നേക്കാൾ ചെറിയ ഒരു നമ്പർ പറഞ്ഞു തരോ? 6/6. അതെ, 6/6 ആണ്. അല്ല, തെറ്റി. ചെക്കൻ തെറ്റിച്ച്. 6നേക്കാൾ ചെറിയ 5/6. 5/6. 5/6. അതെ, 5/6 ആണ്. മിസ്റ്റർ
6-നേക്കാൾ ചെറിയ നമ്പർ എന്ന് പറയുമ്പോൾ യാതൊരു കാരണവശാലും 6-നെ നമ്മൾ ഉൾപ്പെടുത്താൻ പാടില്ല. അപ്പൊ നമ്പർ 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവും, 4 ഉണ്ടാവും, 5 ഉണ്ടാവും. അപ്പൊ 5 നമ്പറുകളേ ഉള്ളൂ. 1, 2, 3, 4, 5. ഇവൻ അതിൽ ഉണ്ടാകത്തില്ല. സോ ദ ആൻസർ ഈസ് 5/6. So the answer is 5/6. അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. So the answer is 5/6. So the answer is 5/6. ഇത്ര എഴുതിയാൽ മാർക്കുകൾ കിട്ടുന്നതാണ്. 3 മാർക്കിനെ ചോദിക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് അതിന്റെ സംഗതികൾ. 5/6. ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. അടുത്തൊരു ക്വസ്റ്റ്യൻ. A bag contains 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 9 balls 9 balls 9 ബോളുകൾ. A bag contains 9 balls of which a bag contains 9 balls of which 4 are red. 4 എണ്ണം ചുവന്നതാണ്. 4 are red. 4 എണ്ണം ചുവന്നതാണ്. 4 are red. 3 are blue. 3 are blue. 3 എണ്ണം നീല. 3 നീല ഉണ്ട്. 3 are blue. And 2 are yellow. And 2 are yellow. 2 എണ്ണം മഞ്ഞയുണ്ട്. 4 ചുവപ്പും 3 നീലയും 2 മഞ്ഞയും. 2 are yellow. A ball is drawn at random. A ball is drawn at random. A ball is drawn at random. A ball is drawn at random from the bag. A ball is drawn at random from the bag. A ball is drawn at random from the bag. Then calculate the probability. Then calculate the probability. Then calculate the probability that the ball will be ഒന്നാമത്തത് red. The ball will be red. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ red ചോപ്പ് red. രണ്ടാമത്തത് yellow. മൂന്നാമത്തത് blue. നാലാമത്തത് not a blue. ഒന്നാമത്തത് റെഡ്, രണ്ടാമത്തത് യെല്ലോ, മൂന്നാമത്തത് ബ്ലൂ, നാലാമത്തത് നോട്ട് എ ബ്ലൂ, അഞ്ചാമത്തത് either either red or blue. 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 ഭംഗിയിലും വൃത്തിയിലും ക്വസ്റ്റ്യൻ വായിക്കോ. ക്വസ്റ്റ്യൻ വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കോ. ഭംഗിയിലും വൃത്തിയിലും ക്വസ്റ്റ്യൻ വായിക്കുക, ക്വസ്റ്റ്യന്റെ അർത്ഥം മനസ്സിലാക്കുക.
ഒരു ബാഗ് ഉണ്ട് അല്ലേ? ആ ബാഗിൽ 9 ബോളുകൾ ഉണ്ട്. അതിൽ 4 ചുവപ്പാണ്, 3 നീലയാണ്, 2 മഞ്ഞയാണ്. അപ്പൊ അതൊക്കെ എങ്ങനെ എഴുതി വെച്ചാൽ നല്ല ഉപകാരമുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി വെക്കുക 4 എന്നിട്ട് എഴുതി അതിന് നേരെ റെഡ്, പിന്നെന്താ പറഞ്ഞ 3 അതിന് നേരെ ബ്ലൂ, 3 ബ്ലൂ, പിന്നെ പോയിട്ട് വന്നിട്ട് 2 എല്ലാം. അപ്പോ ഇത്രയും സംഗതികൾ അറിഞ്ഞാൽ 4 റെഡും 3 ബ്ലൂവും 2 യെല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്, ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4 3 7 2 9 ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 9. 9 4 3 7 2 9. ഇനി നമ്മളോട് പറഞ്ഞു അതിൽ പ്രോബബിലിറ്റി കാണണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റെഡ്, 2 യെല്ലോ, 3 ബ്ലൂ, 4 നോട്ട് ബ്ലൂ, 5 എയ്തർ റെഡ് ഓർ ബ്ലൂ. യെസ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞോ, ആൻസർ പറഞ്ഞിട്ടുണ്ടോ? അല്ല, അതിന്റെ മുന്നേ ഇത്ര എഴുതിയിട്ട് ആ ഇക്വേഷൻ എഴുതണം. നിർബന്ധമായിട്ടും ആ ഇക്വേഷൻ എഴുതണം. പി ഇസ് ഈക്വൽ ടു ഡിങ്കെടുക്ക ഡിവൈഡഡ് ബൈ ഡിങ്കെടുക്ക. ആ ഇക്വേഷൻ നിർബന്ധമായിട്ട് എഴുതണം. എഴുതാൻ വിടരുത്. ഇക്വേഷൻ എഴുതണം. ഫേവറബിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്നും കൂടി എഴുതിയിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റെഡ്. അതിന്റെ ആൻസർ പറഞ്ഞാ റെഡ്. എന്തായിരിക്കും ആൻസർ? പറയും. 4/9. യെസ്, കറക്റ്റ്. 4 ചുവപ്പുണ്ട്, ടോട്ടൽ 9. സോ ദ ആൻസർ ഈസ് 4/9. വെരി ഗുഡ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞോ. യെല്ലോ 2. 2/9. യെസ്, കറക്റ്റ്. വെരി ഗുഡ്. രണ്ടാമത്തെ ആൻസർ കിട്ടി. വെരി ഗുഡ്. 2/9. അതും കറക്റ്റ്. മൂന്നാമത്തെ ബ്ലൂ. പറയ് ബ്ലൂ. 3/9. 3/9. ഇപ്പൊ ആക്രാന്തം കുഴപ്പമില്ല. ആക്രാന്തായിട്ട് വരട്ടെ. എല്ലാവരും ആക്രാന്തായി പറയട്ടെ, കുഴപ്പമില്ല. 3/9 ശരിയാണ്. കറക്റ്റ് ആണ്. 3/9 കറക്റ്റ്. വെരി ഗുഡ്. നീ 4 നോട്ട് എ ബ്ലൂ. പറയ്. കേട്ടില്ല, പോയി. ഫസ്റ്റ് എവിടെ പോയി? കേട്ടില്ല. അതാണ് 6/9 കറക്റ്റ്. നോട്ട് എ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൂ ആവരുത്. ടോട്ടൽ 9 ഉണ്ട്. അതിൽ ബ്ലൂ 3 ഉള്ളൂ. അപ്പോ ബ്ലൂ അല്ലാത്തത് 6 ഉണ്ടാവും അല്ലെ? 6 3 കുട്ടികളെല്ലാം 9 കിട്ടുക. 3 നീല. അപ്പൊ നീല അല്ലാത്തത് 6. സോ ഇറ്റ് ഈസ് 6/9. നീ ലാസ്റ്റ് പറഞ്ഞ എയ്തർ റെഡ് ഓർ ബ്ലൂ. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? എയ്തർ റെഡ് ഓർ ബ്ലൂ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് റെഡ് ആവണം, അല്ലെങ്കിൽ അത് ബ്ലൂ ആവണം. ആൻസർ പറയേ. 7/9. അതെ. വെരി ഗുഡ്. 7/9. ഒന്നുകിൽ അത് റെഡ് ആവണം, അല്ലെങ്കിൽ അത് ബ്ലൂ ആവണം. അപ്പൊ റെഡ് 4, ബ്ലൂ 3. റെഡ് 4, ബ്ലൂ 3. സോ ടോട്ടൽ നമ്പർ 7. സോ ദ ആൻസർ ഈസ് 7/9. 7/9. മക്കളെ ഒറ്റ മിനിറ്റാ. അതില് 6ാമത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി എഴുതിക്കോ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോ ഒരു ക്വസ്റ്റ്യനും കൂടി ഓർമ്മ വന്ന്. ആ ക്വസ്റ്റ്യനും കൂടി എഴുതിക്കോ. ചിലപ്പോ അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മേപ്പോട്ട് നോക്കണ്ടല്ലോ. നെയ്തർ റെഡ് നോർ ബ്ലൂ. നെയ്തർ. ഇപ്പൊ നിങ്ങൾ എയ്തർ എന്നല്ല എഴുതിയത്, അതിന് പകരം നെയ്തർ റെഡ് നോർ എന്ന് എഴുതണം കേട്ടോ. നെയ്തർ റെഡ് നോർ ബ്ലൂ. അതിന്റെ അർത്ഥം റെഡും ആവാൻ പാടില്ല, ബ്ലൂ ആവാൻ പാടില്ല. നേരത്തെ എയ്തർ റെഡ് ഓർ ബ്ലൂ എന്നുള്ളതിന്റെ അർത്ഥം ഒന്നുകിൽ റെഡ് ആവണം, അല്ലെങ്കിൽ ബ്ലൂ ആവണം എന്നായിരുന്നു. ഇതിന്റെ അർത്ഥം റെഡും ആവരുത്, ബ്ലൂ ആവരുത്. അപ്പൊ ഒരു 6ാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതിക്കോ. നെയ്തർ റെഡ് നോർ ബ്ലൂ. അതിന്റെ ആൻസർ പറയേ. അറിയടാ. 2/9. 2/9. അത് തന്നെ. വെരി ഗുഡ്. 2/9 ശരിയാണ്.
റെഡും ആവരുത്, ബ്ലൂ ആവരുത്, പിന്നെ രണ്ട് യെല്ലോ മാത്രം. സോ ദ ആൻസർ ഈസ് 2/9. സോ ദ ആൻസർ ഈസ് 2/9. വെരി ഗുഡ്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഭംഗിയുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ, നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇതേപോലെ തന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് എഴുതുക. എ ബാഗ് കണ്ടെയ്ൻസ് എ ബാഗ് കണ്ടെയ്ൻസ് എ ബാഗ് കണ്ടെയ്ൻസ് എ ബാഗ് കണ്ടെയ്ൻസ് ടു റെഡ്, രണ്ട് ചുവന്ന്, ടു റെഡ്, ടു റെഡ്, 5 ബ്ലാക്ക്, അഞ്ച് കറുത്തത്, 5 ബ്ലാക്ക്, 2 റെഡ് ഇട്ട രണ്ട് ചുവന്നത്, 5 ബ്ലാക്ക്, അഞ്ച് കറുത്തത്, ആൻഡ് 8 ഗ്രീൻ ബോൾസ്, ആൻഡ് 8 ഗ്രീൻ ബോൾസ്, ആൻഡ് 8 ഗ്രീൻ ബോൾസ്, 8 പച്ച ആൻഡ് 8 ഗ്രീൻ ബോൾസ്, ബോൾസ്, 8 ഗ്രീൻ ബോൾസ്. A ball is drawn at random. A ball is drawn at random from the bag. A ball is drawn at random from the bag. A ball is drawn at random from the bag. Then find the probability of getting. 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 ഒന്നാമത്തത് a red ball, a red ball, a red ball, a red ball, a red ball. രണ്ടാമത്തത് a black ball, a black ball, a black ball, a black ball, a black ball. ഒന്നാമത്തത് a red ball, രണ്ടാമത്തത് a black ball. മൂന്നാമത്തത് a green ball, a green ball, a green ball, a green ball, a green ball. And the last one, a non-green ball, a non-green ball, a non-green ball. അതിന്റെ അർത്ഥം ഗ്രീൻ ബോൾ അല്ലാതെ a non-green ball, a non-green ball, non-green ball. ഇപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ സംഗതികളൊക്കെ ഇതേപോലെ എഴുതി വെച്ച് സ്റ്റെപ്പുകളൊക്കെ ഇതേപോലെ എഴുതിയിട്ട് വേണം ആൻസർ എഴുതാൻ. ക്വസ്റ്റ്യൻ വായിച്ച് പെട്ടെന്ന് ആൻസർ എഴുതിക്കോ. ചടപടെ ആൻസർ എഴുതിക്കോ. എന്നിട്ട് ചോദിക്കുമ്പോ പറഞ്ഞോ സ്റ്റെപ്പൊക്കെ വേണം. ഈ സ്റ്റെപ്പുകളെല്ലാം വൃത്തിയിൽ വേണം, നിർബന്ധമായും വേണം. എഴുതൂ.
ഓക്കെ, പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ എ റെഡ് ബോൾ. ആൻസർ പറയും. എ റെഡ് ബോൾ. 2/15. കറക്റ്റ് ആണ്. ടോട്ടല് വെരി ഗുഡ്. ടോട്ടല് 2, 5, 7, 7, 8, 15 ബോളാണ് ടോട്ടൽ ഉണ്ടാവുക. അതില് റെഡ് 2 ഉണ്ടാവുക. സോ ദ ആൻസർ ഈസ് 2/15. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. ഇനി രണ്ടാമത്തത് എ ബ്ലാക്ക് ബോൾ. ആൻസർ പറയും. 5/15. ഓക്കെ, 5/15 കറക്റ്റ് ആണ്. 5 സോ ദ ആൻസർ ഈസ് 5/15. വെരി ഗുഡ്. ഇനി മൂന്നാമത്തത് 8/15. ഓക്കെ, കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. 8/15 കറക്റ്റ് കറക്റ്റ്. 8 പച്ച ബോൾ ഉള്ളത്. സോ ദ ആൻസർ ഈസ് 8/15 കറക്റ്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ എ നോൺ ഗ്രീൻ ബോൾ. 7/15. ഓക്കെ, ടോട്ടൽ 15 ബോള്, അതിൽ 8 പച്ച. സോ പച്ച അല്ലാത്തത് 7 ഉണ്ടാവും. ആൻഡ് ദ പ്രോബബിലിറ്റി ഈസ് 7/15 കറക്റ്റ് ആൻസർ. അപ്പോ ഒന്നാമത്തെ ആൻസർ 2/15, രണ്ടാമത്തെ ആൻസർ 5/15, മൂന്നാമത്തെ ആൻസർ 8/15, ആൻഡ് ദ ലാസ്റ്റ് ആൻസർ ഈസ് 7/15. കറക്റ്റ്. ലാസ്റ്റ് ആൻസർ ഈസ് 7/15. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇനി വേറെ ക്വസ്റ്റ്യൻ. എ ബോക്സ് കണ്ടെയ്ൻസ് a box contains a box contains a box contains 20 balls. 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 Numbered from 1 to 20. A box contains 20 balls numbered from 1 to 20. A box contains 20 balls numbered from 1 to 20. അതിന്റെ അർത്ഥം 1 മുതൽ 20 വരെ നമ്പറുകൾ ഇട്ട 20 ബോളുകൾ എന്തിലുണ്ട്? ഒരു ബോക്സിൽ ഉണ്ട് എന്നർത്ഥം. A box contains 20 balls numbered from 1 to 20. One ball is drawn at random. 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 Then find the probability that. 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 Another question. The number is a multiple of 3. The number is a multiple of 3. Another question adana. The number is a multiple of 3. The number is a multiple of 3. Number is a multiple of 3. Number is a multiple of 3. Another question. Number is a multiple of 4. 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 And the last question. Number is a multiple of 3 or 4. 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 അപ്പൊ അതാണ് സംഗതി. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ബോക്സില് കുറെ ബോളുകളുണ്ട്. ഈ ബോളുകളിലൊക്കെ മേലെ നമ്പറുകൾ എഴുതിയിട്ടുണ്ട്.
നമ്പറുകൾ 1 മുതൽ 20 വരെയാണ്. അപ്പൊ 20 ബോളാണുള്ളത്. ആ ബോളിന്റെ ഒക്കെ മേലെ 1, 2, 3, 4, 5 അങ്ങനെ 20 വരെ നമ്പറുകൾ ഇട്ടിട്ടുണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്ന് പറയുന്നത് കിട്ടി, അത് 20 ആണ്. അപ്പൊ ഫസ്റ്റ് എഴുതി വെക്കേണ്ടത് അതാണ്. ടോട്ടൽ ഔട്ട്കം അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഈസ് ഈക്വൽ ടു 20. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഈസ് ഈക്വൽ ടു 20. 20. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഈസ് ഈക്വൽ ടു 20 എന്നാണ് ആദ്യം എഴുതിയേക്കേണ്ടത്. എന്നിട്ട് ക്വസ്റ്റ്യൻ എങ്ങനെ നോക്കുമ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എ മൾട്ടിപ്പിൾ ഓഫ് 3. അതായത് ആ 20 വരെ നമ്പർ ഇട്ടേല് നമ്പർ എന്തായിരിക്കണം? എ മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം. 3ന്റെ ഗുണിതമായിരിക്കണം. 3ന്റെ ഗുണിതമായിരിക്കണം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആയിരിക്കണം? അത് പറഞ്ഞോണ്ടാ, ഏതൊക്കെ ആയിരിക്കണം പറയൂ. 3, 6, 9, 12, 15, 18. അത്രേ ഉള്ളൂ. അപ്പോ അത് എഴുതി വെക്കുക ആദ്യം. മൾട്ടിപ്പിൾ ഓഫ് 3. മൾട്ടിപ്പിൾ ഓഫ് 3. സെറ്റ് എങ്ങനെ ഇടുക? സെറ്റ് എങ്ങനെ ഇട്ടിട്ട് ഇപ്പൊ അവള് പറഞ്ഞേക്കാൻ എഴുതുക. 3, 6, 9, 12, 15, 18. ഇതാണ് മൾട്ടിപ്പിൾ ഓഫ് 3. 3ന്റെ ഗുണിതങ്ങൾ. അപ്പൊ എത്ര ഉണ്ടതാ? 1, 2, 3, 4, 5, 6. സോ നമ്മൾ എന്ത് എഴുതണം? ഫേവറബിൾ ഈക്വൽ ടു 6 അല്ലേ? 1, 2, 3, 4, 5, 6. ഫേവറബിൾ ഈക്വൽ ടു 6. സോ probability of getting a number that is a multiple of 3. അങ്ങനെ എഴുതിയാൽ P of multiple of 3 എന്ന് എഴുതിയാൽ P of multiple of 3. Probability of getting a number which is a multiple of 3 എന്നുള്ളത് എങ്ങനെ എഴുതിയാൽ മതി? P of multiple of 3 എന്ന് എഴുതിയാൽ മതി. ഇക്വേഷൻ നമുക്കറിയാം. ഫേവറബിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ആണ്. ഫേവറബിൾ 6 എണ്ണമാണ്. സോ ഇറ്റ് ഈസ് 6 ബൈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 20 ആണ്. So the answer is 6 by 20. So the answer is 6 by 20. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്നാണ്. എ മൾട്ടിപ്പിൾ ഓഫ് 4. വേറൊരാൾ പറഞ്ഞിട്ടുണ്ടാ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും പറഞ്ഞോ? 4, 8. പിന്നെ 4, 8, 12, 16. അത് മാത്രമേ ഉള്ളൂ. ഒന്നും കൂടി ഉണ്ടല്ലോ. 20. യെസ്. മൾട്ടിപ്പിൾ ഓഫ് 4, 8. ഇപ്പൊ ഇംഗ്ലീഷ് മലയാളത്തിൽ പറയില്ല എല്ലാവരും. 4, 8, 12, 16, 20. അപ്പൊ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാ? 4, 8, 12, 16, 20 അതിലുണ്ട്, 20 അതിലുണ്ട്. സോ ഇത്രയും എണ്ണം വരും. അപ്പൊ അതിങ്ങനെ എണ്ണി നോക്കുമ്പോ എണ്ണി നോക്കുമ്പോ ഫേവറബിൾ എത്ര ഉണ്ടാവും പറഞ്ഞോണ്ടാ? 5. അതന്നെ. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്താവും? 5 by 20. അതാണ് 5 by 20. സോ അതിന് നേരെ എഴുതി വെച്ചോ. P of multiple of 4 that is equal to 5 by 20. P of multiple of 4 that is equal to 5 by 20. P of multiple of 4 that is equal to 5 by 20. അപ്പോൾ ഇത് കറക്റ്റ് ആയി. 5 by 20. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ഓഫ് 3 or 4. അതിന്റെ അർത്ഥം 3ന്റെയോ 4ന്റെയോ മൾട്ടിപ്പിളുകൾ ആകണം. 3ന്റെയോ 4ന്റെയോ മൾട്ടിപ്പിളുകൾ ആകണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ശ്രദ്ധിച്ചുകൂടി ഇരുന്നോ, ഇല്ലെങ്കിൽ അത് കുളമാക്കരുത്. ഇവിടെ 3ന്റെ നമ്മൾ എഴുതുന്നത് നേരത്തെ 3, 6, 9, 12, 15, 18. എ മൾട്ടിപ്പിൾ ഓഫ് 3 or 4 എന്നാണ് പറഞ്ഞത്.
അപ്പൊ എന്താ, ഈ മൾട്ടിപ്പിൾ ഓഫ് 3യും എഴുതുക, മൾട്ടിപ്പിൾ ഓഫ് 4ഉം എഴുതുക. അത് രണ്ടും കൂടി കൂട്ടിയേണ്ട എഴുതിയാൽ മതി. ഇനി കൂട്ടി എഴുതുന്ന സമയത്ത് ഒരു ചെറിയ പ്രശ്നം അതിലുണ്ട്. എന്താണ് ആ പ്രശ്നം നോക്കിക്കോ. മൾട്ടിപ്പിൾ ഓഫ് 3 എഴുതുമ്പോൾ നമ്മൾ 3 എഴുതും, 6 എഴുതും, 9 എഴുതും, 12 എഴുതും, 15 എഴുതും, 18 എഴുതും. മൾട്ടിപ്പിൾ ഓഫ് 4 എഴുതുമ്പോൾ 4 എഴുതും, 8 എഴുതും, പിന്നുള്ളത് ഈ വൃത്തികെട്ട 12. ഇവനെ നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി. അപ്പൊ ഇനി 12 ഒന്നും കൂടി എഴുതണ്ട. കാരണം സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ഒരു സെറ്റിന്റെ ഉള്ളില് ഒന്നിൽ കൂടുതൽ തവണ ഒരാളെ എഴുതേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് ഈ 2 12-ല് ഏതെങ്കിലും ഒരു 12 എടുത്താൽ മതി. അല്ലാതെ 2 12 കൂടി ആക്രമണ മൂത്ത് എഴുതണ്ട. അങ്ങനെ മൂത്താൽ സംഗതി തെറ്റിപ്പോവും. അപ്പോ ഇവിടെ നമുക്ക് എഴുതാം മൾട്ടിപ്പിൾ ഓഫ് 3 or 4. മൾട്ടിപ്പിൾ ഓഫ് 3 or 4 എന്ന് പറഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിൾ അതേപോലെ 4ന്റെ മൾട്ടിപ്പിൾ രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് എഴുതുക. അപ്പൊ അത് ഏതൊക്കെ വരും പറഞ്ഞോണ്ടാ? 10/3. ഓ കേട്ടില്ല, പോയി. 3, 6, 9, 3, 6, 9 പിന്നെ 12, 15, 18, 4, 8, 16, 20. 4 പിന്നെ 8, ആ 16, ആ 20, ആ അപ്പൊ എത്ര ഉണ്ട് ടോട്ടൽ? എത്ര ഉണ്ട്? 10. 10. അപ്പൊ പ്രോബബിലിറ്റി എന്താ? 20. ഇന്ത്യ 10/20. പ്രോബബിലിറ്റി 10/20. സോ ദ മൾട്ടിപ്പിൾ ഓഫ് 3 or 4 പറഞ്ഞ സമയത്ത് 2 12 എഴുതേണ്ട ആവശ്യമില്ല, ഒറ്റ 12 മാത്രം എഴുതിയാൽ മതി. അപ്പൊ 10 ഉണ്ടാവും. സോ ദ പ്രോബബിലിറ്റി ഈസ് 10/20. അപ്പൊ അതും കൂടി എഴുതി വെച്ചോ. ഇനി മക്കളെ, ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോ നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടി തോന്നി. ആ ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ എഴുതിയേക്കണം. 4ാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി. മൾട്ടിപ്പിൾ ഓഫ് 3 and 4. അതും കൂടി എഴുതണേ. മൾട്ടിപ്പിൾ ഓഫ് 3 and 4. മൾട്ടിപ്പിൾ ഓഫ് 3 and 4. അതും കൂടി എഴുതണം. മൾട്ടിപ്പിൾ ഓഫ് 3 and 4. Multiple of 3 and 4. Multiple of 3 and 4. 4ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അതും കൂടി എഴുതിക്കണം. മൾട്ടിപ്പിൾ ഓഫ് 3 and 4. മൾട്ടിപ്പിൾ ഓഫ് 3 and 4. മൾട്ടിപ്പിൾ ഓഫ് 3 and 4. ആരെങ്കിലും ഒരാള് അതിന്റെ അർത്ഥം, മീനിങ് നമുക്ക് ആദ്യം പറഞ്ഞേക്കാം. എന്താണ് മൾട്ടിപ്പിൾ ഓഫ് 3 or 4ഉം മൾട്ടിപ്പിൾ ഓഫ് 3 and 4ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് ആരെങ്കിലും ബോധ്യപ്പെടുത്തി തരൂ, പറഞ്ഞു തരൂ. നല്ല ആൾക്കാർ അറിയുന്ന പോലെ പറയടാ, അറിയുന്ന പോലെ പറഞ്ഞോണ്ടാ. ആൻഡ് മോറും തമ്മിൽ സെറ്റിൽ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇതൊക്കെ പറഞ്ഞോണ്ടാ. ആൻഡ് മോറും തമ്മിൽ എന്താണ് വ്യത്യാസം? ത്രീ ഓർ 4 ആയാലും 3 and 4 ആയാലും തമ്മിലുള്ള വ്യത്യാസം എന്താകുന്നു? പറഞ്ഞു തരൂ. തെറ്റിക്കോട്ടെ, തെറ്റിയാലൊന്നും പ്രശ്നമില്ല. പ്രശ്നം പറഞ്ഞോ. ആദ്യം 3 or 4 പറയുമ്പോ 3ന്റെ ഇതിന്റെ ആയിട്ട് എഴുതുക, പിന്നെ അടുത്ത് 4ന്റെ എഴുതുക, അങ്ങനെ അതാ. അപ്പൊ 3 and 4 എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് 3ന്റെ എഴുതിയിട്ട് അടുത്ത് പിന്നെ 4ന്റെ എഴുതാന്. അല്ല, അല്ല, അതല്ല. നമ്മള് 3 or 4 ഇതെല്ലാം എക്സാമ്പിൾ കൊടുത്തിട്ട് എന്താണ് 3 and 4ഉം 3 or 4ഉം തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് പറഞ്ഞുതരാം. വെയിറ്റ്, മനസ്സിലാവുന്ന കരുതുക. നോക്കാം.
എ ബി സി ഡി ഇ. 5 ആൾക്കാരുണ്ട്. 5 ആൾക്കാരുടെ പേരാണ് എ ബി സി ഡി ഇ. ഓക്കെ, 5 ആൾക്കാരുണ്ട്. 5 ആൾക്കാരുടെ പേരാണ് എ ബി സി ഡി ഇ. ഈ എ എന്ന് പറയുന്ന ആള് മാങ്ങയും കഴിക്കും ചക്കയും കഴിക്കും എന്നിരിക്കും. എ എന്ന് പറയുന്ന ആള് മാങ്ങയും കഴിക്കും ചക്കയും കഴിക്കും. ബി എന്ന് പറയുന്ന ആള് ചക്ക മാത്രമേ കഴിക്കുള്ളൂ. സി എന്ന് പറയുന്ന ആള് മാങ്ങ മാത്രമേ കഴിക്കുള്ളൂ. ഡി എന്ന് പറയുന്ന ആള് ചക്കയും കഴിക്കും മാങ്ങയും കഴിക്കും. മിസ്റ്റർ ഈ ചക്ക മാത്രമേ കഴിക്കുള്ളൂ. എ എന്ന് പറഞ്ഞ ആള് മാങ്ങയും ചക്കയും കഴിക്കും. ബി ചക്ക മാത്രം, സി മാങ്ങ മാത്രം, ഡി ചക്കയും മാങ്ങയും കഴിക്കും, ഈ ചക്ക മാത്രമേ കഴിക്കുള്ളൂ. ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് എന്നിട്ട് ചക്കയും മാങ്ങയും കഴിക്കുന്ന ആളുകൾ, ചക്കയും മാങ്ങയും കഴിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ പറയും? പറയടാ. എ ബൈ ഡി അല്ലെ? എ ബൈ ഡി അല്ലേ ഇതിന്റെ? എന്താ ഈ ബൈന്റെ കണക്ക്? ബൈയും കുയ്യൊന്നും ഇല്ല ഇതില്. അത് പറഞ്ഞപ്പോ മാറിപ്പോയതാ. ഈ എന്താ ഉദ്ദേശിച്ചു? പിന്നെ എയും ഡിയും. അതാണ് എയും ഡി. ഇതിപ്പോ നിങ്ങൾ ഓരോരുത്തരാണെന്ന് കരുതിക്കോ. എ എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾ ഓരോരുത്തരാണെന്ന് കരുതിക്കോ. എന്നിട്ട് നിങ്ങളോട് ചോദിക്കണേ ചക്കയും മാങ്ങയും കഴിക്കണവർ ഇതിൽ ആരൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് എയും ഡിയും എന്നാണ് പറയാ. അപ്പോ ഇപ്പൊ നമ്മൾ ചോദിച്ചത് ചക്കയും മാങ്ങയും എന്നല്ലേ ചോദിച്ചത്. അതിനെ നമ്മൾ ഇങ്ങനെ എഴുതുക, മാങ്ങ ആൻഡ് ചക്ക എന്നാണ് എഴുതുക. മാങ്ങ ആൻഡ് ചക്ക, മാങ്ങ ആൻഡ് ചക്ക. അപ്പോ ഈ ആൻഡ് എന്നുള്ളതിന്റെ അർത്ഥം രണ്ടിലും ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ രണ്ടും കഴിക്കുന്നത് എന്നാണ് അർത്ഥം. രണ്ടിലും ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ രണ്ടും കഴിക്കുന്നത് എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് നിങ്ങൾ ഉത്തരമായിട്ട് എയും ഡിയും പറയാൻ കാരണം. അപ്പോ ആൻഡ് എന്നുള്ളതിന്റെ അർത്ഥം രണ്ടിലും ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ രണ്ടും കഴിക്കുന്നത് എന്നാണ്. ഇപ്പൊ ദാ നോക്കേ, 5 മൾട്ടിപ്പിൾ ഓഫ് 2 and 3. മൾട്ടിപ്പിൾ ഓഫ് 2 and 3 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 2ന്റെ മൾട്ടിപ്പിളും ആവണം 3ന്റെ മൾട്ടിപ്പിളും ആവണം. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം, 2ന്റെയും മൾട്ടിപ്പിൾ ആവണം എന്നാണ് അർത്ഥം. ഇപ്പൊ ഈ നമ്പർ 1 2 3 4 5 6, ഈ 5 നമ്പറുകളിൽ 2ന്റെയും 3ന്റെയും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു നമ്പർ നിങ്ങളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഈ 5 നമ്പറുകളിൽ 2ന്റെയും 3ന്റെയും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു നമ്പർ നിങ്ങളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഏത് നമ്പർ സെലക്ട് ചെയ്യും? പറഞ്ഞാട്ടെ, ഏത് നമ്പർ സെലക്ട് ചെയ്യും? 6. 6 കറക്റ്റ് ആണ്. 2 3 മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒറ്റ നമ്പറേ ഉള്ളൂ, അതേതാണ്? 6 ആണ്. സോ ആൻഡ് എന്നുള്ളതിന്റെ അർത്ഥം രണ്ടും ഉൾപ്പെടണം, രണ്ടും ഉൾപ്പെടണം. അപ്പോ ഈ ചോദ്യത്തിൽ നിങ്ങൾ എഴുതിയത് എ മൾട്ടിപ്പിൾ ഓഫ് 3 and 4 എന്നുള്ളതിന്റെ അർത്ഥം 3ന്റെ മൾട്ടിപ്പിളും ആകണം 4ന്റെ മൾട്ടിപ്പിളും ആകണം. അങ്ങനെ 3ന്റെയും 4ന്റെയും മൾട്ടിപ്പിൾ ആയിട്ട് കോമൺ ആയിട്ട് വരുന്ന ഒരേ ഒരു നമ്പർ അതിലുള്ളൂ, അതാരാ? 12. ഈ മൾട്ടിപ്പിൾ ഓഫ് 4ന്റെ ഉള്ളിൽ നോക്ക്, മൾട്ടിപ്പിൾ ഓഫ് 3ന്റെ ഉള്ളിൽ നോക്ക്, രണ്ടിലും വട്ടത്തിന്റെ ഉള്ളിൽ ഒറ്റ ആളേ ഉള്ളൂ, അവനാണ് മിസ്റ്റർ 12. അപ്പൊ അതാണ് ആൻഡിന്റെ അർത്ഥം. ആൻഡിന്റെ അർത്ഥം രണ്ടിലും ഉൾപ്പെടണം. ഇന്റർസെക്ഷൻ എന്നൊക്കെ നമ്മള് സെറ്റിന്റെ ചാപ്റ്റർ പറഞ്ഞിട്ടുണ്ട്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഭാഗം ഇന്റർസെക്ഷൻ. അപ്പൊ അതിന്റെ വേറൊരു പദമാണ് ആൻഡ് എന്ന് പറഞ്ഞിട്ട് എന്നുള്ളതൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോ രണ്ടിലും ഉൾപ്പെടണം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ആൻഡ് എന്ന് വിളിക്കും.
ഓർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് ഇതേമാതിരി വലുതാക്കി എഴുതുക. ദാറ്റ് ഈസ് ഓർ. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആൻഡ്. സോ ദ ആൻസർ ഈസ് ഉണ്ടല്ല. ആൻസർ ഈസ് 12. 12. 12 എന്ന് പറഞ്ഞാൽ ഒറ്റ ഒന്നല്ലേ ഉള്ളൂ. നമ്മള് ഫേവറബിൾ 1/20. 1/20. കറക്റ്റ്. 1/20. അതെ. അപ്പോ ഈ 12 മാത്രമേ 3ന്റെയും 4ന്റെയും മൾട്ടിപ്ലൈ ആയിട്ടുള്ളൂ. സോ ഫേവറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആൻഡ് ദ പ്രോബബിലിറ്റി ഈസ് 1/20. അപ്പൊ ആ ഒരു അർത്ഥത്തിന്റെ വ്യത്യാസം ആൻഡും ഓറും തമ്മിലുള്ള വ്യത്യാസം വളരെ ഭംഗിയിൽ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ എല്ലാം കുളമായി നശിച്ചു പോകും മക്കളെ. അപ്പൊ അത്രേ ഉള്ളൂ സംഗതി. അപ്പൊ ഇന്നത്തെ മതി, ഇത്രയും മതി ട്ടാ. അപ്പൊ ഇത്രയും എഴുതിയ നോട്ടുകൾ നല്ല ഭംഗിയിൽ എഴുതിയിട്ട് അയച്ചു തരൂ ഇപ്പൊ തന്നെ. ബാക്കി നമുക്ക് നാളെ നോക്കാം. ഇത് പഠിക്കണേ, നാളേക്ക് ഇത് പഠിച്ചിട്ടാണ് വരണം. എന്നാലേ മനസ്സിലാവുള്ളൂ, ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. അപ്പൊ ശരി, ഓരോരുത്തരായി ലെഫ്റ്റായി പോയിക്കോളൂ. മനസ്സിലായിട്ടുണ്ടല്ലോ, പോയിക്കോളൂ.